all, welcome to my YouTube channel. Chapter 11 from Introduction to Literary Studies 2 പഥേർ പാഞ്ചാലി ബൈ വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായാണ് നമ്മൾ നോക്കുന്നത്. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിറ്റിക്കലി അക്ലൈംഡ് ഇന്ത്യൻ റൈറ്ററാണ്. ബംഗാളി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ് എന്ന് പറയുന്നത് പഥേർ പാഞ്ചാലി ഉണ്ട് നമുക്കിപ്പോൾ പഠിക്കാനുള്ള, അതുപോലെ തന്നെ ആദർശ ഹിന്ദു ഹോട്ടൽ, അങ്ങനെ 2-3 വർക്ക്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പഥേർ പാഞ്ചാലി എന്ന് പറയുന്നത് അതൊരു സീരീസ് ആയിട്ട് അപ്പിയർ ചെയ്തിരുന്നതായിരുന്നു ഒരു പീരിയോഡിക്കലില്. അത് 1928 അപ്പിയർ ചെയ്തത്. പബ്ലിഷ് ചെയ്തത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തത് ഇൻ ദ ഇയർ 1929 ആണ്. അപ്പം ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് പഥേർ പാഞ്ചാലി ഇദ്ദേഹത്തിന്റെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഒരു ആസ് എ റൈറ്റർ ബ്ലോസം ചെയ്തത് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് ദിസ് നോവലാണ്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ തന്നെ അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഹി കെയിം അപ്പ് വിത്ത് എ സീക്വൽ ആൻഡ് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് as അപരാജിതോ. അതായത് പഥേർ പാഞ്ചാലിക്ക് ഒരു സീക്വൽ കൊണ്ടുവന്നു, ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്നു. അതിന്റെ പേര് അപരാജിതോ എന്നായിരുന്നു. അത് ഈ 2 ബുക്സും ഒരുപാട് ന്യൂമറസ് ലാംഗ്വേജസിലൂടെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് സത്യജിത് റായ്, അദ്ദേഹം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൂവി നമുക്കൊരു മൂവി ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാം. സത്യജിത് റേയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു പഥേർ പാഞ്ചാലി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പഥേർ പാഞ്ചാലി എന്നുള്ള സിനിമ തന്നെ ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു വേൾഡ് സിനിമയുടെ ഈക്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈക്വലായിട്ടൊന്ന് കൊണ്ട് നിർത്തി ഈ ഒരു സിനിമ. പഥേർ പാഞ്ചാലിയും അതുപോലെ തന്നെ അപരാജിതോ, അതുപോലെ തന്നെ അപൂർ സൻസാർ എന്നും പറഞ്ഞ് അദ്ദേഹം അപ്പു ട്രിലജി തന്നെ ഇറക്കി. അതായത് പഥേർ പാഞ്ചാലി, അപരാജിതോ, അപൂർ സൻസാർ എന്നും പറഞ്ഞ് 3 പാർട്ടായിട്ട് സീക്വൽസ് ഉണ്ടാക്കിയിട്ട് 2 സീക്വൽസ് ഉണ്ടാക്കി നമ്മുടെ പഥേർ പാഞ്ചാലിക്ക്. എന്നിട്ട് ഇവർ 3 പേരെയും കൂടി അപ്പു ട്രിലജി എന്നും പറഞ്ഞ് ഒരു സിനിമയും ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് വളരെ സെൻസിറ്റീവായിട്ടായിരിക്കും ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അപ്പം അദ്ദേഹത്തിന് ഇപ്പം ഈ പഥേർ പാഞ്ചാലി എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈമിലെ ജേർണി, അതായത് നമ്മൾ ഒരാളുടെ ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഒരാളുടെ അല്ല, ഒരുപാട് പേരുടെ. അപ്പോൾ ജേർണി ഓഫ് എ ലൈഫ് ടൈം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഥേർ പാഞ്ചാലിയെ വിളിക്കാം. അതായത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള അവരുടെ ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ്, അവരുടെ ഡ്രീംസ് എന്താണ്, അവരുടെ ഹോപ്പ് എന്താണ്, അവരുടെ ഇമോഷൻസ്, പാഷൻസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു നോവൽ സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒപ്പു ആൻഡ് ദുർഗയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. സോ നമുക്ക് സിനോപ്സിസ് നോക്കാം. അപ്പോൾ ഇതൊരു ബംഗാളിലെ റൂറൽ ലാൻഡ്സ്കേപ്പിലാണ് ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്, അതിൻ്റെ വില്ലേജിൻ്റെ പേരെന്ന് പറയുന്നത് നിശ്ചിന്തിപൂർ എന്നാണ് കേട്ടോ. അവിടെയാണ് റേ ഫാമിലി താമസിച്ചിരുന്നത്, RAY. അപ്പോൾ അതിനവിടെ ഹരിഹർ റേ എന്ന് പറയുന്ന ഒരു റേ ഫാമിലിയിലെ ഒരു ക്യാരക്ടറാണ്, ഒരാളാണ്, മെമ്പറാണ് ഹരിഹർ റേ. ഹരിഹർ റേ എന്ന് പറയുന്ന ഒരു വളരെ പുവർ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണാണ്. അദ്ദേഹം ഒരു പോയറ്റാണ്, അദ്ദേഹം ഒരു ഡ്രീമറാണ്, ആൻഡ് ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. പക്ഷേ വലിയ ഫേമസ് ഒന്നും അല്ലാത്തൊരു പ്രീസ്റ്റാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫോർച്യൂൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒന്നും വലുതായിട്ടില്ല, അതിങ്ങനെ കുറഞ്ഞു വരുവാണ്. സോ അദ്ദേഹം എങ്ങനെ ജീവിക്കാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ഡെസ്പറേറ്റ് ആയിട്ട്, എങ്ങനെ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന്. അപ്പം ഒരു ഓർച്ചാർഡിന്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഓർച്ചാർഡ് എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു ഗാർഡൻ സെറ്റപ്പിന്റെ അടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആൻഡ് ആ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർച്ചാർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് നെയ്ബറിന് വിറ്റു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ വൈഫാണ് സർബോജിയ. അപ്പോൾ സർബോജിയ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ യങ് ഗേൾ ആയിരുന്നു ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയത്ത്. ആൻഡ് പിന്നീട് ഒരു പ്രായം, അതായത് ഇപ്പോൾ ഇച്ചിരി ഒരു മെച്യൂർഡ് ആയിട്ടൊരു സ്ത്രീയായി മാറി. ഇവർക്കൊരു മകളുണ്ട്, ദുർഗ എന്നാണ് പേര്. മകൾക്ക് 6 വയസ്സാണുള്ളത്. അപ്പോൾ ഈ പോവേർട്ടിയും അതിന്റെ കഷ്ടപ്പാടുകളും മാത്രമാണ് ഇവരുടെ ഫാമിലിയിലുള്ളത്. അപ്പം നമ്മുടെ ഹരിഹർ റേ ആണെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ഷർബോജയ ആണെന്നുണ്ടെങ്കിൽ പോലും 2 പേരെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ തന്നെ മാറ്റിക്കളഞ്ഞു ഈ ഒരു പോവേർട്ടി എന്നുള്ള ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ. അപ്പൊ ഹരിഹറിന് ഒരു റിലേറ്റീവ് ഉണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സൈഡിൽ നിന്ന്. ആൻഡ് അവരുടെ പേര്, ആ സ്ത്രീ ഒരു ഓൾഡ് ലേഡിയാണ്, അവരുടെ പേര് ഇന്ദിർ എന്നാണ്, ഇന്ദിർ താക്കുറാൻ. അവരൊരു വിഡോ ആണ്. ആൻഡ് ഇവരുടെയൊക്കെ സെയിം ഹൗസ് ഹോൾഡിലാണെങ്കിൽ പോലും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സർബോജയെ ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് ഷീ ഹേറ്റഡ് ഹർ.
ആൻഡ് അതുപോലെ തന്നെ ഷർബോജയ്ക്കും അതുപോലെ തന്നെ എന്താണ് ഈ ഓൾഡ് ലേഡിയെ അങ്ങോട്ട് ഇഷ്ടമല്ല. അവരും അങ്ങോട്ട് എന്താണ് ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ലൈഫ് വളരെ ഡിഫിക്കൽട്ടാണ് ഇന്ദർ, അതായത് ഈ ഓൾഡ് വിഡോയ്ക്ക് പോലും. പക്ഷെ എന്നാലും ദുർഗ എന്നുള്ള പെൺകുട്ടിയെ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ദുർഗ എന്ന് പറയുന്നത് അമ്മയെ പോലെയല്ല. അതായത് ദുർഗയ്ക്ക് ഇവരെ വളരെയധികം ഇഷ്ടമാണ്, ഇന്ദറിനെ വളരെ ഇഷ്ടമാണ്, അതായത് ഈ വിഡോയെ ഇഷ്ടമാണ്. അപ്പം ആൻറ്റിയാണ് ഇവരുടെ. അപ്പം എപ്പോഴും ഈ ആൻറ്റി പറയുന്ന സ്റ്റോറീസും ഫാരി ടെയിൽസും സോങ്സും ഒക്കെ കേട്ട് ദുർഗ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ കാണും. സർബോജയ്ക്കാണെങ്കിൽ, അതായത് ഇവരുടെ അമ്മയ്ക്കാണെങ്കിൽ ദുർഗ ഈ ഇന്ദർ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നതിന് വളരെ ദേഷ്യമാണ് കേട്ടോ. അപ്പം ദുർഗ ഇവരുമായിട്ട് വലിയ രീതിയിൽ അറ്റാച്ച്മെന്റ് ആവുന്നത് തന്നെ നമ്മുടെ അമ്മയ്ക്ക് വളരെ കണ്ടുകൂടാതാവും, അതായത് വളരെ ദേഷ്യം വരുന്നൊരു കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ സർബോജയെ ഈ ഓൾഡ് ലേഡിയായിട്ട് എപ്പോഴും ഫൈറ്റാണ്. അതായത് പിന്നെന്താണ് ഇന്ദറിന്റെ കാര്യങ്ങൾ, ഇന്ദറിന്റെ ബിലോങ്ങിങ്സോ ഒക്കെ ഇവരുടെ കയ്യിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതും വലിച്ചെടുത്തുകൊണ്ട് പോകും. ഇന്ദർ ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദറിനെ വലിച്ചടിച്ചുകൊണ്ട് പോകും. അല്ല, ദുർഗയെ വലിച്ചടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് ദുർഗയുടെ ബിലോങ്ങിങ്സ് കാണാം ഇന്ദറിന്റെ കയ്യിലുണ്ടെങ്കിൽ ദുർഗയെ വലിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ദുർഗയുടെ ബിലോങ്ങിങ്സ് ഒന്നും ഇവരുടെ കൊടുക്കത്തില്ല. പക്ഷേ ബൈ ഈവനിങ് എന്താണ് ദുർഗ എന്ത് ചെയ്യും, തിരിച്ച് ഇവരുടെ അടുത്തോട്ട് തന്നെ പോകും. ആൻഡ് സർബോജ വളരെ നല്ല രീതിയിൽ ഈ ഓൾഡ് ലേഡിയെ നല്ല രീതിയിൽ വഴക്ക് പറയും, പിരാകുകയൊക്കെ ചെയ്യും, കേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ദുർഗയെ കാണുമ്പോൾ ഇവരതെല്ലാം അങ്ങ് മറക്കും. അങ്ങനെ ഇന്ദർ എന്ന് പറയുന്നത് ഇപ്പോൾ ദുർഗയെ വളരെയധികം ഇഷ്ടമാണ്. ദുർഗയിലാണ് ഇവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അപ്പോൾ ദുർഗയെ കാണുമ്പോൾ ഇവർക്ക് ഇവരുടെ തന്നെ മകളായിട്ടുള്ള ബിശ്വേശ്വരിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ബംഗാളിലായതുകൊണ്ടാണ് അവർ വി അല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, ബി ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം സ്പെല്ലിങ്സിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ വിശ്വേശ്വരി എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ വിശ്വ എന്ന് പറയുന്നതിന് പകരം, വിദ്യ എന്നൊക്കെ പറയുന്നതിന് വരെ അവർ വിദ്യ, അതായത് ബി ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ബിശ്വേശ്വരി എന്നാണ് നമ്മുടെ ഇന്ദറിന്റെ മകളുടെ പേര്. അവർ കല്യാണം കഴിച്ച ഉടനെ മരിച്ചുപോയി മകള്. അതുകൊണ്ട് അവരെ കാണുമ്പോഴെല്ലാം, ഈ ദുർഗയെ കാണുമ്പോഴെല്ലാം ഈ ഇന്ദറിന് ഇവളുടെ മകളായിട്ടുള്ള ബിശ്വേശ്വരി ഓർമ്മ വരും. ആൻഡ് ഓൾ ഡേ ലോങ് ദുർഗ എന്ത് ചെയ്യാണ്, ഈ ആന്റിയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ടൈം ഫുൾ. പാട്ട് പാടിയും പാട്ട് കേട്ടും കഥകൾ കേട്ടും ഒക്കെ അങ്ങനെ ടൈം പാസ് ചെയ്തു. ഷർബോജയ എന്ത് ചെയ്യാണ്, ഇവരുമായിട്ട് എപ്പോഴും വഴക്കമാവുകയാണ്. ആൻഡ് അങ്ങനെ ഇന്ദറിന് ഒരു റിലേറ്റീവ്സിന്റെ പ്ലേസിൽ പോയി നിൽക്കേണ്ടി വരുവാണ്. അതായത് ഈ സർബോജയുടെ ദേഷ്യത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഇന്ദറിന് വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു, റിലേറ്റീവ്സിന്റെ വീട്ടിൽ. അപ്പോൾ ദുർഗ സ്ലീപ്പായിരുന്നു, ദുർഗ ഉറങ്ങുമായിരുന്നു. ആൻഡ് സഡൻലി ഒരു ദിവസം ദുർഗ ഒരു സ്ട്രേഞ്ച് നോയ്സ് കേട്ടു. ആൻഡ് അവൾ നോക്കിയപ്പോൾ ഏതോ ഒരു സ്ത്രീ ഓടുന്ന പോലെ കണ്ടു. ആൻഡ് ദുർഗ ഉറങ്ങാൻ നോക്കി. പക്ഷേ എന്താണ്, ഈ ഒരു സോഫ്റ്റ് സൗണ്ട് കേട്ടപ്പോൾ അവൾക്ക് ഉറക്കം വന്നില്ല. ആൻഡ് ഇവൾ വിചാരിച്ചു ഏതാണ് ഇവളുടെ ടോം ക്യാറ്റ്, അതായത് ഇവർക്കൊരു പൂച്ചയുണ്ട്, ആ ടോം ക്യാറ്റ് അവളുടെ തന്നെ, അതായത് ആ പൂച്ചയുടെ തന്നെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഉപദ്രവിക്കുന്നതാണോ എന്ന് വിചാരിച്ച് ഇവൾ ഉറങ്ങിയില്ല. അങ്ങനെ ഇവൾ ചെക്ക് ചെയ്തപ്പോൾ അവർ കുഴപ്പമൊന്നും ഇല്ലാതെ ഉറങ്ങുവാണ് പൂച്ചകളെല്ലാം. എന്നിട്ട് ഇവൾ വീണ്ടും ഉറങ്ങാൻ പോയി നമ്മുടെ ദുർഗ. നെക്സ്റ്റ് മോർണിംഗ് നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായത്, അവൾക്കൊരു ബേബി ബ്രദറിനെ കിട്ടിയതായിട്ട് ഇവൾക്ക് മനസ്സിലായി. അതായത് ഇവൾ ഒരു ന്യൂസ് കേട്ടു, ഇവൾ ഉണർന്നപ്പോൾ കേട്ട ന്യൂസ് എന്താണ്, ഇവൾക്കൊരു ന്യൂ ബേബി ബ്രദറിനെ കിട്ടിയെന്ന്. അങ്ങനെ അവൾ മദറിന്റെ റൂമിലോട്ട് ഓടിച്ചെന്നു. ആൻഡ് അവിടെ നോക്കിയപ്പോൾ എന്താണ്, ഒരു കുഞ്ഞുകുട്ടി അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുകയാണ്. സർബോജ ഒരു ലവിങ് മദറാണ്, വളരെയധികം ആൻഡ് അപ്പം സർബോജയ്ക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു കുഞ്ഞ് ജനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ആണ് സർബോജയ്ക്കുള്ളത്. ആൻഡ് അവനെ ഡ്രസ്സ് ചെയ്യുന്നു, അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഈ ന്യൂ ബേബി ബോയിയെ ഒപ്പു എന്നാണ് വിളിച്ചിരുന്നത്, OPU, ഒപ്പു. അതൊരു ഹാൻസം ബേബിയാണ്, ബ്യൂട്ടിഫുൾ ഐസ് ആണുള്ളത്. എല്ലാവരും വില്ലേജിലുള്ള എല്ലാവരും ഈ ബേബിയെ കാണാൻ വന്നു. ദുർഗയ്ക്ക് വളരെയധികം എൽഡർ സിസ്റ്റർ ആയല്ലോ ദുർഗ, അപ്പോൾ ഭയങ്കര അഭിമാനത്തോടുകൂടി ദുർഗ നിൽക്കുകയാണ്. പക്ഷെ അവൾ ഹാപ്പിയല്ല. അപ്പോൾ അവൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അവളുടെ ആൻറ്റി ഉണ്ടല്ലോ, അതായത് ഇന്ദർ, ആ വീട്ടിൽ നിന്ന് പോയല്ലോ, ഇന്ദറിന് ഈ ബേബി ബ്രദറിനെ കാണാൻ ആഗ്രഹം കാണും. സോ ഇന്ദറിന് എന്തായാലും ഇത് കാണിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ട് അവൾ ഹാപ്പിയൊന്നും അല്ലായിരുന്നു. ഈ ഇന്ദറും അതുപോലെ തന്നെ ഈ ന്യൂ ബേബിയെ കുറിച്ച് കേട്ടു. അവർക്കും ഈ കുഞ്ഞിനെ കാണാൻ വരണമെന്നുണ്ട്. പക്ഷെ അവർ പേടിച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ്, സർബോജയെ ദേഷ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് സർബോജയെ വിളിച്ചിട്ടേ പോകത്തോളം എന്ന് പറഞ്ഞ് ഇന്ദറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ലേഡി വിസിറ്റ് ചെയ്തു ബേബിയെ. എന്നിട്ട് നമ്മുടെ ഇവളുടെ ദുർഗയുടെ അച്ഛൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദറിൻ്റെ അടുത്ത് ചോദിക്കുവാണ് എന്താണ് ബേബിയെ വിസിറ്റ് ചെയ്യാൻ പോകാത്തതെന്ന്. അങ്ങനെ ഓൾഡ് ലേഡി ഇവരെന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ആളുകളെല്ലാം ചോദിക്കാൻ തുടങ്ങിയില്ല. അവർ വിചാരിച്ചു എന്നാൽ പിന്നെ മീറ്റ് ചെയ്യാൻ പോകാമെന്ന്. ആൻഡ് അവരങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന്. ഹാഫ് വേ ആയപ്പോൾ അവളൊരു ഷെയ്ഡ് ഓഫ് ട്രീയുടെ അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ദുർഗ
ഒരു ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാക്കി, അവളുടെ ഒരു കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കി ഇതുപോലെ ആൻറ്റി വരുന്നുണ്ടെന്ന്. അങ്ങനെ വളരെ ഹാപ്പിയായി. അങ്ങനെ അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആൻറ്റിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആൻറ്റിയെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഓടിപ്പോയി ആൻറ്റിയുടെ മടിയിലോട്ട് കയറി അങ്ങ് ഇരുന്നു നമ്മുടെ ദുർഗ. അങ്ങനെ രണ്ടുപേരും അപ്പം നമ്മുടെ ഇന്ദർ കരയുകയൊക്കെ ചെയ്തു. ഈ ഒരു റീയൂണിയൻ കണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി, വളരെ സന്തോഷവുമായി. കാരണം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോണ്ടാണ് ദുർഗയും ആൻറ്റിയും തമ്മിൽ. അങ്ങനെ ഇന്ദർ ന്യൂ ബോൺ ബേബിയെ കണ്ടു. ഒരുപാട് വർഷം പാസ് ചെയ്തു. ആൻഡ് ഹരിഹർ വീണ്ടും പഴയ, അതായത് ഇവളുടെ ദുർഗയുടെ അച്ഛൻ വീണ്ടും ഇവർക്ക് പോവർട്ടി സ്ട്രിക്കൺ ലൈഫ് തന്നെയാണ് കേട്ടോ, വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുവാണ്. ആൻഡ് ഇയാൾക്ക് ഒരു റിസൾട്ട് വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല. ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർബോജയും ഇന്ദിറും വീണ്ടും വീണ്ടും വഴക്കായിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഡേ സർബോജയ ഹൗസ് ഹോൾഡ് ചോർസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലേഡി വന്നിട്ട് പൈസ ചോദിച്ചു. ഒരു കസ്റ്റാർഡ് ആപ്പിൾ മേടിക്കുമെന്നും പറഞ്ഞിട്ട് പൈസ ചോദിച്ചു. അതായത് ഇന്ദിർ മേടിച്ചതാണ് കസ്റ്റാർഡ് ആപ്പിൾ. അപ്പോൾ അതിൻ്റെ പൈസ ചോദിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. ലേഡി ഇന്ദിർ താക്കൂറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇന്ദിർ താക്കൂർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർബോജയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോടാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു പിന്നെ എന്താ പറയുക, ഇത്രയ്ക്ക് ധൈര്യമോ ഇന്ദിർ താക്കൂറിനെന്നും പറഞ്ഞിട്ട് ഇവർ ഷോക്കായിപ്പോയി. ആരാ, നമ്മുടെ സർബോജയ്ക്ക്. വയസ്സായ സ്ത്രീയുടെ ആ ഒരു ധൈര്യം നോക്കിക്കാൻ എൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ വിട്ടേക്കുന്നെന്നും പറഞ്ഞിട്ട്, അതായത് ഈ പിള്ളേരെ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ ഇവർക്കില്ല. അപ്പം ഒരു ഇൻസെൻസിറ്റീവായിട്ട് ഇവർക്ക് ആർക്ക് തോന്നി, നമ്മുടെ ഇന്ദിർ താക്കൂറിനെ കുറിച്ച് സർബോജയ്ക്ക് തോന്നി. അതായത് ഇത്രയും പൈസ ഇവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഫാൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ചിലവാക്കിയിട്ട് എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വിടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ദേഷിച്ചു. ആൻഡ് ഷീ കുഡന്റ് ബിലീവ് ഇറ്റ് ഓൾസോ. പിന്നെ അതുപോലെ തന്നെ ഇന്ദിർ താക്കൂർ ഇതൊന്നും അറിയാതെ ആ സമയത്ത് വീട്ടിലോട്ട് കയറി വരുവാണ്. അങ്ങനെ സർബോജയെ എന്ത് ചെയ്തു, വളരെയധികം ഷൗട്ട് ചെയ്തു, ഇൻസൾട്ട് ചെയ്തു ഈ സ്ത്രീയെ. ഇന്ദിർ ഫസ്റ്റ് ചിരിച്ചാണ് കളഞ്ഞത്. പക്ഷേ വീണ്ടും സർബോജയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു, എല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. ദുർഗ ഇത് കണ്ടതും ഹാർട്ട് ബ്രോക്കൺ ആയി. പക്ഷേ ദുർഗ എത്ര കരഞ്ഞിട്ട് ഇവർ പോകാൻ, അതായത് നിൽക്കാൻ കൂട്ടാക്കിയില്ല. ആൻഡ് അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര വിഷമമായി. അപ്പോൾ ഇന്ദിർ താക്കൂറിന് എന്തായാലും ഇപ്പോൾ വയസ്സായതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു സ്ഥലം വേണം താമസിക്കാനായിട്ട്. ആൻഡ് ചില റിലേറ്റീവ്സൊക്കെ ഇവരെ റിസീവ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാ റിലേറ്റീവ്സിനും അങ്ങ് ബുദ്ധിമുട്ടായി. ആൻഡ് ഓൾസോ ഇവർക്ക് ദുർഗയെ മിസ്സിങ് ആയിരുന്നു. ദുർഗയെ കാണണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട്. ആൻഡ് ഈ റിലേറ്റീവ്സിനെല്ലാം ഇങ്ങനെ ഓൾഡ് ലേഡിയെ അക്കോമഡേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വീടിൻ്റെ വെളിയിലൊക്കെയാണ് ഇവർ പ്ലേസ് കൊടുത്തത് കിടക്കാനൊക്കെ. ആൻഡ് അങ്ങനെ ഓൾഡ് ലേഡിക്ക്, അതായത് വീണ്ടും ഇവർക്ക് വളരെയധികം വിശപ്പ്. അവരവിടെ നിന്നും ഇറങ്ങി, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി, ആരും ഫുഡ് കൊടുക്കാതെയായി. അങ്ങനെ അവരും സ്ട്രീറ്റ്സിലൊക്കെ പോയി കിടക്കാൻ തുടങ്ങി. അവസാനം ഇവർ ഡോർ ടു ഡോർ ഫുഡിന് വേണ്ടി തെണ്ടാനൊക്കെ തുടങ്ങി, ഇങ്ങനെ ബെഗ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ദിവസം ഇവർ വെയിലത്തൊക്കെയാണ് ഇറങ്ങുന്നത്. ഒരു ദിവസം ഇവരിങ്ങനെ വെയിലത്തൊക്കെ ഇറങ്ങി ആകെ ടയേർഡായി. ഇവർക്ക് വളരെയധികം ഹൈ ഫീവർ വന്നു. അപ്പോൾ ആ രാത്രിയിൽ ദുർഗ എന്ത് ചെയ്യണം, ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടുകൂടി ആൻറ്റിയെ വിസിറ്റ് ചെയ്തു. എന്നിട്ട് റൈസും സ്വീറ്റ്സും ഒക്കെ കൊടുത്തു. എന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഇന്ദിർ വിചാരിച്ചു തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് തന്നെ പോവാം. പക്ഷേ സർബോജയെ കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ പ്ലേസ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ ഒന്നും തിരിച്ച് മിണ്ടിയില്ല. അപ്പോൾ അവർ പറയുകയാണ്, എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇവിടെയും കയറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഇവർ തിരിച്ച് വീണ്ടും പോയി. അപ്പോൾ ലേറ്റ് സർബോജയ എടുത്ത് ആരോ വന്ന് പറഞ്ഞു ഇന്ദിർ താക്കൂർ മരിച്ചു പോയെന്ന്. അതായത് റൈസ് ബാണിൻ്റെ അടുത്ത് ഇവർ മരിച്ചു കിടക്കുന്നത് കണ്ടുവന്നു. ആൻഡ് അങ്ങനെ അവർ കരഞ്ഞാണ് മരിച്ചതെന്ന് നമ്മുടെ സർബോജയ മനസ്സിലാക്കി. അപ്പം ലൈഫ് എന്നാലും സ്റ്റോപ്പ് ചെയ്യത്തില്ലല്ലോ. ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ലൈഫിലെ തന്നെ ഒരു ഭാഗമാണ്. ലൈഫ് മൂവ് ഓൺ ചെയ്തു. അങ്ങനെ ദുർഗയും ഒപ്പുമൊക്കെ വളർന്നു. ദുർഗ എന്ന് പറയുന്നത് ഒരുപാട് സമയം നേച്ചറിൽ സ്പെൻഡ് ചെയ്യുന്നൊരു ഗേളാണ്. ഒപ്പു വളരെ ഒരു ബിഗ് ബോയ് ആയി മാറി. ഒപ്പുവിനെ സിസ്റ്ററിനെയാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് ഈ ഓർച്ചാർഡ്സിലെല്ലാം ഫ്രൂട്ട്സ് ഒക്കെ പിക്ക് ചെയ്യാനും സീഡ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാനും ഒക്കെ ദുർഗയെ അക്കമ്പനി ചെയ്യുവാണ് ഒപ്പുവിൻ്റെ ജോലി. ദുർഗ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് സാരിയിൽ ഇങ്ങനെ ഒരു കെട്ടി അതിനകത്ത് ഇങ്ങനെ സേഫായിട്ട് വെക്കും, ഫ്രൂട്ട്സും സീഡ്സും എല്ലാം. അപ്പം നെയ്ബേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹേറ്റ് ചെയ്ത് ദുർഗ അവരുടെ ബിലോങ്ങിങ്സ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ദുർഗ എന്ത് ചെയ്യും, അതൊന്നും ദുർഗയ്ക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ അവൾ എടുത്തുകൊണ്ട് തന്നെ പോകുമായിരുന്നു. ആൻഡ് അവളിങ്ങനെ നോക്കി വെച്ചേക്കും ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് താഴെ വീഴാൻ പോകുന്നത്, ഏതാണ് റൈപ്പനായെന്നൊക്കെ ഇവർ തന്നെ നോക്കും. എല്ലാ ട്രീസും ഇവൾക്കറിയാം, ഓരോ ലീഫും ഓരോ സീഡ് പോലും ഇവൾക്കറിയാം. ഇപ്പോൾ ഒരു ഡോൾ ബോക്സ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഇവളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്, ഇവളുടെ ഫൈൻഡിങ്സ് ഫുള്ള്. എന്നിട്ട് ഇതെല്ലാം ബ്രദറുമായിട്ട് ഷെയർ ചെയ്യും. ഒപ്പുവാണെന്നുണ്ടെങ്കിൽ എന്തായി സിസ്റ്ററിൻ്റെ കൂടെ വാണ്ടർ ചെയ്ത് നടക്കും, ഈ നേച്ചറൊക്കെ കണ്ട് കളിച്ച് അങ്ങനെയാണ് അവർ രണ്ടുപേരും നടക്കുന്നത്. ആൻഡ്
ഒപ്പുവിൻ്റെ ഒരു വണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പല റോഡുകൾ പോകുന്നത്, ഈ ഡിഫറെൻറ്റ് പാർട്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ എത്താം, ഇതൊക്കെയാണ് ഒപ്പുവിന് വളരെ ക്യൂരിയോസിറ്റിയാണ്. നേച്ചർ എങ്ങനെയാണ്, നേച്ചർ എത്ര ബ്യൂട്ടിഫുള്ളായി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഒപ്പുവിൻ്റെ അമ്മയ്ക്കും വളരെയധികം ഇഷ്ടമാണ് ഒപ്പുവിന്. വൺ ഡേ സർബോജിയ ഒപ്പുവിനും ദുർഗയ്ക്കും ഫുഡ് കൊടുക്കുമായിരുന്നു. ഒപ്പുവിന് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ദുർഗ വളരെ ഗ്ലൂമി ഫേസുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ദുർഗ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഷേജ്ബുവും അവളുടെ ഡോട്ടറായിട്ടുള്ള തുനുവും പെട്ടെന്ന് കയറി വന്നിട്ട് ദുർഗയെ വഴക്ക് പറഞ്ഞു. അതായത് ഒരു നെക്ലസ് ദുർഗ മോഷ്ടിച്ചെന്നും പറഞ്ഞ് തൊട്ടടുത്ത നെയ്ബറായിട്ടുള്ള ഷേജ്ബു ആൻഡ് ഡോട്ടർ തുനു വഴക്ക് പറയാൻ വരികയാണ്. ദുർഗ എന്താണ് തുനുവായിട്ടൊരു അതായത് കളിക്കാൻ വേണ്ടി പോയിരുന്നു അവരുടെ വീട്ടിൽ. ഒരു നെക്ലസ് അട്രാക്റ്റീവായിട്ട് കണ്ടു. അത് ദുർഗ എന്ത് ചെയ്തു, അവളങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ആൻഡ് അയൺ ഡോൾ ബോക്സിൽ അവളത് ഒളിപ്പിച്ച് വെച്ചു. ആൻഡ് ആ ബോക്സിനകത്തോട്ട് നോക്കിയപ്പോൾ എന്താണ്, നെക്ലസും കുറേ മാങ്ങയും ഇവർ കണ്ടുപിടിച്ചു. സർബോജിയ വളരെ ഷോക്ക്ഡായി. അങ്ങനെ ഷെജ്ബു പറയുവാണ് ഇത് ഈ കള്ളത്തരമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന തള്ളയാണെന്ന് പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. ആൻഡ് ഈ സ്റ്റോളൻ മാംഗോസിനും ഈ നെക്ലസിനുള്ള പൈസ ചോദിച്ചു. അങ്ങനെ സർബോജിയയ്ക്ക് വളരെയധികം ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തോന്നി, നാണക്കേട് തോന്നി. ആൻഡ് ഇവളെന്ത് ചെയ്തു, ദുർഗയെ അടിച്ചു, സ്ലാപ്പ് ചെയ്തു. ആൻഡ് ദുർഗ എടുത്ത് പറഞ്ഞ് തിരിച്ചിനി വീട്ടിലോട്ട് വരണ്ടാന്ന്. അവൻ ഒപ്പു ഇത് കണ്ടു ഭയങ്കര സങ്കടപ്പെട്ടു. ദുർഗ എന്ത് ചെയ്തു, കരഞ്ഞോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ആൻഡ് വളരെ ഡാർക്കായി, ഒപ്പു വളരെ വെറീഡായി. ഹരിഹർ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ സർബോജ എന്ത് ചെയ്തു, ദുർഗയെ തിരക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ആഫ്റ്റർ എ വൈൽ എന്താണ് ദുർഗ തിരിച്ചു വന്നു. അപ്പോൾ ഒപ്പുവിന് ഭയങ്കര സങ്കടമായി ദുർഗയുടെ ആ ഒരു സ്റ്റേറ്റ് കണ്ടപ്പോൾ. അപ്പോൾ ആ സമയത്താണ് മനസ്സിലായത് ഒപ്പുവും ദുർഗയും തമ്മിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടെന്ന്. അങ്ങനെ ടൈം പോയി. ദുർഗ എന്താണ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ഗേളായി. ആൻഡ് കല്യാണം കഴിക്കാറായി. അവർ രണ്ടുപേരും ഒപ്പും ദുർഗയും വീണ്ടും മെഡോസിലൂടെയും ഒക്കെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ട്രെയിനൊക്കെ വരാൻ തുടങ്ങി അവരുടെ ഏരിയയിൽ. ട്രെയിനിൻ്റെ വിസിലൊക്കെ കേട്ടു അവർ. പക്ഷെ അവർക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. ഒപ്പു സ്കൂളിൽ പോകാൻ തുടങ്ങി. ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഒപ്പുവിന്. ആൻഡ് കസിൻ്റെ വീട്ടിലൊക്കെ പോകാൻ ഒപ്പുവിന് ഒരു ചാൻസ് കിട്ടി. അവിടെ പോയപ്പോൾ എന്താണ് ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ഒപ്പുവിന് കിട്ടി. ദുർഗ കല്യാണം കഴിക്കാൻ പ്രായമൊക്കെ ആയി. ഹരിഹർ അപ്പോഴും നല്ലൊരു ജോലിക്ക് വേണ്ടി തിരഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു സിറ്റി പോയാൽ ഇയാൾക്ക് ജോലി കിട്ടുമെന്ന് മനസ്സിലായി. സോ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ വില്ലേജ് വിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട്. അങ്ങനെ ദുർഗയും ഒപ്പും ഈ പഴയ പോലെ തന്നെ മാംഗോസൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. സഡൻലി പെട്ടെന്ന് മഴയൊക്കെ പെയ്തു. ആ സമയത്ത് ഒപ്പു വളരെയധികം ടെറിഫൈഡ് ആയിപ്പോയി. അങ്ങനെ ദുർഗയാണ് സമാധാനിപ്പിച്ചത്. അതായത് ഈ തണ്ടറും റെയിനും ഒന്നും ഒപ്പുവിനെ അങ്ങനെ പെട്ടെന്ന് പരിചയമില്ല. രണ്ടുപേരും നനഞ്ഞു. ദുർഗ ഇങ്ങനെ ഒപ്പുവിനെ സാരി വെച്ച് കവർ ചെയ്തു. ആൻഡ് ഒരുപാട് ലേറ്റ് ആയപ്പോൾ സർബോജയെ പേടിച്ചു. അതായത് രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. അങ്ങനെ ദുർഗയും ഒപ്പു എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വന്നു. സർബോജയെ സർബോജയെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മഴയത്ത് ഒരു കോക്കനട്ടുമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ദുർഗ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഒരു കാറ്റത്തും താഴെ വീണ് കിടന്നതാണെന്ന് പറഞ്ഞു. അത് ഈ ഷെജ്ബോർഡ്, അതായത് നേരത്തെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സ്ത്രീയുടെ ലാൻഡിലാണെന്നും ഒപ്പുവിന് ഈ കോക്കനട്ട് കൊണ്ടുള്ള സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് കോക്കനട്ട് എടുത്തുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പം സർബോജയെ പറഞ്ഞു എന്തായാലും സ്വീറ്റ്സ് ഉണ്ടാക്കി തരാം, പക്ഷേ കോക്കനട്ടിനുള്ള പൈസ നമുക്കില്ലെന്ന് പറഞ്ഞു. എന്തായാലും സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നിന്ന്. അപ്പം വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഷെജ്ബു ഈ കോക്കനട്ട് സ്റ്റീൽ ചെയ്ത പിള്ളേരെ, അതായത് കോക്കനട്ട് സ്റ്റീൽ ചെയ്ത നമ്മുടെ ദുർഗയും ഒപ്പുവിനെയും നല്ല രീതിയിൽ കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സർബോജ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയി. അങ്ങനെ ദുർഗയുടെ അടുത്ത് പറഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു കോക്കനട്ട്. അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുർഗയ്ക്ക് ഫീവറായി, വളരെ വീക്കായി, കിടപ്പായി. ഞാൻ ഒപ്പു ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും. റെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ദുർഗയുടെ ഫീവർ വേഴ്സൺ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ സർബോജയ ഭയങ്കര വറീഡായി. കാരണം ഒരു മാസത്തിന് ശേഷം വരാമെന്ന് പറഞ്ഞു പോയ ഹരിഹറിനെയും കാണുന്നില്ല, മണിയും ഇല്ല. ദുർഗയുടെ ഫിസിഷ്യനെ കൊണ്ട് കാണിക്കാനായിട്ട് പൈസയില്ല. അവസാനം നെയ്ബേഴ്സ് തന്നെ എന്ത് ചെയ്തു, ഏതോ ഫിസിഷ്യനെ കൊണ്ടുവന്നു. ആൻഡ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ദുർഗയെ കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. ആൻഡ് ആ സമയത്ത് ആ ദിവസം രാത്രി വിൻഡ് വളരെയധികം ഹെവി ആയിട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഡോർ വളരെയധികം ഷേക്ക് ചെയ്തു ഇവരുടെ വീടിൻ്റെ. അപ്പം ഒരു സ്റ്റോം വന്നു, തണ്ടറും ലൈറ്റിംഗ് വന്നു. അങ്ങനെ ഹോൾ ഹൗസ് വരെ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഉറപ്പില്ലാത്ത വീടായിരുന്നു. അപ്പോൾ ഒപ്പ് ഉറങ്ങുമായിരുന്നു. സർബോജ ഡോട്ടറിന്, അതായത് ദുർഗയുടെ അടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ സഡൻലി എന്ത് ചെയ്തു, വെള്ളം വീട്ടിനകത്തോട്ട് അരച്ച് പാഞ്ഞ് വരാൻ തുടങ്ങി. കിച്ചൺ ഹോൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഒപ്പുമൊക്കെ നനഞ്ഞ് എഴുന്നേറ്റു. ദുർഗ നല്ലപോലെ നനഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്തു ഇവരുടെ ഹൗസ്. നെയ്ബേഴ്സ് എല്ലാം കൂടി തിരിച്ച് എന്തോ കരച്ചിൽ കേട്ട് ദുർഗയുടെ വീട്ടിലോട്ട് ഓടി വന്നപ്പോൾ സർബോജയെ കരയുവാണ്, ദുർഗ മരിച്ചു.
ഹരിഹറിനെ കുറിച്ച് ഒരു ന്യൂസും ഇല്ല, എന്താണ് സർബോജയെ ഒരു ന്യൂസും കിട്ടിയതുമില്ല. അയാൾക്കൊരു ഐഡിയ ഇല്ല ട്രാജഡിയെക്കുറിച്ച്. ഹരിഹർ എന്താണ് ഒരു ജോബ് കിട്ടി 5 രൂപയൊക്കെ ആയിട്ട് തിരിച്ച് ഇയാൾ ഫാമിലിയെ കാണാൻ വന്നു, ഗിഫ്റ്റൊക്കെ ആയിട്ട്. അയാൾ എക്സൈറ്റഡ് ആയിട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വൈഫ് വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇയാൾ മോള് മരിച്ച കാര്യം പറഞ്ഞത്. അങ്ങനെ ഹരിഹർ വളരെയധികം തകർന്നു പോയി. അപ്പോൾ ലൈഫ് എന്ന് പറയുന്ന അയാൾക്ക് ലൈഫ് എന്ന് പറയുന്ന ഒട്ടും ബ്യൂട്ടിഫുൾ അല്ലാത്തൊരു കാര്യമായി പെട്ടെന്ന് മാറി. ഒപ്പു ഒരു ഹാൻസം ബോയ് ആയിട്ട് മാറി. ഒപ്പു റിവറിൻ്റെ അടുത്തും, അതായത് പണ്ട് ചേച്ചിയുടെ കൂടെ നടന്ന പോലെ അവിടെ ഇവിടെ എല്ലാം മോണ്ടർ ചെയ്ത് നടക്കാൻ തുടങ്ങി. ആൻഡ് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നടക്കാൻ തുടങ്ങി അച്ഛൻ്റെ കൂടെ. അവരെയൊക്കെ കാണുന്നത് ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി ഒപ്പുവിന്. അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫാണ് അവിടെയൊക്കെ. ഒരുപാട് ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി, പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ ബുക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സർബോജയ്ക്ക് ഒപ്പു പ്രീസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം, അച്ഛൻ്റെ കണക്ക് തന്നെ. പക്ഷെ ഒപ്പുവിന് അങ്ങനെ ആളുകളുടെ അടുത്ത് പോയി ജോലി ചോദിച്ച് മേടിക്കുന്നതൊന്നും ഒപ്പുവിന് ഇഷ്ടമല്ലായിരുന്നു. ഹരിഹറിന് അതുപോലെ തന്നെ നിശ്ചിതപൂരിൽ നിൽക്കാൻ ഹരിഹറിന് പിന്നെയും ഡിഫിക്കൽട്ടായി മാറി. അപ്പം ബനാറസിലോട്ട് പോകുമ്പോൾ എന്തായാലും കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ വൈഫിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചു. ഒരു കാര്യം ചെയ്യുന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് പറഞ്ഞു. ഒപ്പുവിന് വളരെ വിഷമമായി. കാരണം ദുർഗയും അവനും കൂടെ നടന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. ഒപ്പുവിന് എങ്ങനെയും പോയല്ലേ പറ്റൂ. അപ്പോൾ ഒപ്പു ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോയി. ഹരിഹർ എൽഡർലി റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോയി, അതായത് ഷിഫ്റ്റ് ചെയ്യുവാണ് ബനാറസിലോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചു ഇവരെല്ലാവരും. ആൻഡ് എൽഡർലി മെൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്നാൽ പോരെയെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല പറ്റത്തില്ല, പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ സർബോജി വളരെ ഹാപ്പിയാണ്. കാരണം പിന്നെ അവിടെ പോയ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാം, ഒരു പുതിയ ജീവിതം തുടങ്ങാമല്ലോ. അങ്ങനെ ഒപ്പു ബാഗും ബുക്കും ഒക്കെ ആയിട്ട് പാക്ക് ചെയ്തു. ആൻഡ് റൂമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ ഗോൾഡൻ പോട്ട് കണ്ടു. അപ്പോൾ അത് എന്തുവാണെന്ന് നോക്കിയപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഇവൻ അത് തുറന്ന് നോക്കി. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ സിസ്റ്ററിൻ്റെ ആയിരുന്നു. അപ്പം ഈ സിസ്റ്റർ ഈ ഷെജ്ബുവിൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് മോഷ്ടിച്ച് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് എന്നിട്ട് ഈ ഒരു പോട്ട് എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു, ധോത്തിക്കകത്ത് വരിഞ്ഞ് കെട്ടിയത്. ആൻഡ് ബാംബു ഗ്രോവിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ എല്ലാം നോക്കിയിട്ട് ഈ പോട്ടെടുത്ത് അങ്ങോട്ടങ്ങ് എറിഞ്ഞു. ആ ഒരു ബാംബു ഗ്രൂവിൻ്റെ അടുത്തോട്ട് എറിഞ്ഞു, അതായത് ബാംബുവിൻ്റെ ആ ഒരു ചെടിയുടെ ഇടയ്ക്കോട്ട് എറിഞ്ഞു. ആൻഡ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ സിസ്റ്ററിനെ ചതിക്കില്ല, ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവർ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്റ്റേഷനിലെത്തി. ട്രെയിൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മുടെ അപ്പു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദുർഗയുടെ ലാസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ ട്രെയിൻ കാണണമെന്നായിരുന്നു. അപ്പോൾ ഇവൻ ട്രെയിനിൽ കയറി പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ ഇവൻ ഫീൽഡും ട്രീസും എല്ലാം കണ്ടു. ദുർഗ അവിടെ നിന്നൊരു സാഡ് ഫേസോടുകൂടി നോക്കുന്ന പോലെ ആർക്ക് തോന്നി? അപ്പുവിന് തോന്നി. അപ്പം ദുർഗയെ വിട്ടിട്ടും ഈ വില്ലേജ് വിട്ടിട്ടും പോകുന്നത് അപ്പുവിന് വളരെയധികം സങ്കടമായി. അപ്പു കരയാനൊക്കെ തുടങ്ങി. ആൻഡ് ഇന്ന മൊമെന്റ് അവൻ്റെ ആ ഒരു ഈ ഒരു കാഴ്ചയിൽ, അതായത് ജനലിൻ്റെ ആ ട്രെയിനിൻ്റെ വിൻഡോയുടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ ആ ഒരു ഹോൾ ലൈഫ് ഇവന് കാണാവുന്ന പോലെ തോന്നി, അതായത് ദുർഗ മരിച്ച ദിവസവും ഒക്കെ. ആൻഡ് അപ്പോൾ ദുർഗയുടെ ആ ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നു, അതായത് ഞാൻ എപ്പോഴാണ് എൻ്റെ ഈ വയ്യായ്മ മാറിയിട്ട് നീ എപ്പോഴാണ് ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്, ഇതായിരുന്നു ദുർഗയുടെ ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥ വായിക്കുവാണെങ്കിൽ നമുക്കിത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദുർഗയുടെ ലാസ്റ്റ് വിഷ് എന്തായിരുന്നു എന്ന് ചോദിക്കാം. ഇന്ദിർ താക്കൂറും സർബോജയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തമ്മിൽ അടിയായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഹരിഹർ എന്തുകൊണ്ട് നിശ്ചിത്പൂർ വിട്ടു എന്നുള്ളത്, എന്ത് ജോലിയാണ് കിട്ടിയത്, ബനാറസിലോട്ട് എന്തുകൊണ്ട് പോകുന്നു, അതുപോലെ തന്നെ സർബോജ എന്തിനാണ് ദുർഗയെ പണിഷ് ചെയ്തത്, മറ്റേ കാര്യം അതായത് നെയ്ബേഴ്സിൻ്റെ കാര്യങ്ങൾ കട്ടെടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുർഗയും ഇന്ദിർ താക്കൂറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇന്ദിർ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. പിന്നെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയത് എങ്ങനെയാണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെന്ന് പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിലോട്ട് ഇവർക്ക് യാതൊരുവിധ പരിചയമില്ല. ഇവർ വില്ലേജിൽ നേച്ചറുമായിട്ട് നല്ല രീതിയിൽ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് ഇവരുടെ വില്ലേജിൽ ആദ്യമായിരുന്നു. ഇതിൻ്റെ വിസിൽ സൗണ്ട് മാത്രം കേൾക്കാമായിരുന്നു. ഇവർ കാണാൻ പോയിട്ടില്ല, റെയിൽവേ സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല, ഇവർ യാത്രകളും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ദുർഗയ്ക്ക് ഏറ്റവും അവസാനത്തെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, ട്രെയിൻ കാണാൻ പോകണമെന്നായിരുന്നു. പക്ഷേ ആ ആഗ്രഹം സാധിച്ചില്ല. ആ ലാസ്റ്റ് വിഷ് ആർക്ക് കിട്ടി? പക്ഷേ നമ്മുടെ അപ്പുവിന് കിട്ടി. അപ്പോൾ ഒപ്പുവും ഫാമിലിയും കൂടെ പുതിയൊരു സ്ഥലത്തോട്ട് ബനാറസിലോട്ട് പോകുമ്പോൾ ഒപ്പു കണ്ടത് എന്താണ്, ദുർഗ ഇങ്ങനെ വിഷമിച്ചൊരു ഫേസുമായിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പം ഒപ്പുവിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗിൽറ്റ് ഉണ്ട് മൈൻഡിൽ, അതായത് ചേച്ചിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ചേച്ചിയെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പം ട്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോണ്ടിങ്ങിൻ്റെ ഒരു സിമ്പലാണ്, ഒരു ഗിൽറ്റിൻ്റെ സിമ്പലാണ്, ഹാപ്പിനെസ് അങ്ങനെയൊക്കെയാണ്.
പിന്നെ സർബോജയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. പോവേർട്ടിയുടെ തീം, പോവേർട്ടി ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ശരിക്കും പറഞ്ഞ ഡോക്ടറെ വിളിക്കാൻ പൈസ ഇല്ലായെന്നും നല്ലൊരു വീടില്ലാത്തത് കൊണ്ടാണ് ദുർഗ മരിച്ചതെന്നുള്ളതൊക്കെ പോവേർട്ടിയിൽ വരുന്ന തീമാണ് കേട്ടോ. തീം ഓഫ് ഹോപ്പിന്റെ നോവൽ. തീം ഓഫ് ഹോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇവർ ബനാറസിലോട്ട് പോകുന്നത് തന്നെ ഒരു പുതിയ ജീവിതം തേടിയാണ്. ഈ അച്ഛനും അമ്മയും മകനും ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വിട്ടെറിഞ്ഞ് പുതിയൊരു ലൈഫിലോട്ട് പോവുകയാണ്. അപ്പോൾ ബനാറസിൽ പോകുമ്പോൾ നല്ല ജോലി കിട്ടും, പുതിയ ടെമ്പിൾസ് പോയി വിസിറ്റ് ചെയ്യാം, നല്ലൊരു ലൈഫ്, പുതിയൊരു ബിഗിനിങ് കിട്ടുമെന്ന് വിശ്വസിച്ചാണ് അമ്മയും മകനും ഹസ്ബൻഡും അതായത് അച്ഛനും പോകുന്നത്. അതാണ് ഹോപ്പിന്റെ നോവൽ എന്ന് പറയുന്നത്. ഈ ട്രെയിൻ യാത്ര തന്നെ ഒരു ഹോപ്പാണ്, ട്രെയിൻ ജേർണി തന്നെ ഹോപ്പിന്റെ സിമ്പലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ പിന്നെ ഹു ആർ ദി വിമൺ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് നോവൽ. വിമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സർബോജയ വരും, ദുർഗ വരും, പിന്നെ ഇന്ദിർ താക്കൂർ വരും, നെയ്ബേഴ്സ് ആയിട്ടുള്ള ഷെജ്ബുവും അവളുടെ മകളായിട്ടുള്ള തുനുവും വരും. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന വിമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.